മുനമ്പത്തെ വിവാദ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തത് മുസ്ലിം ലീഗ് നേതാവ് റഷീദ് അലി തങ്ങൾ ചെയർമാനായ കാലത്താണെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ ടി.കെ. ഹംസ. തന്റെ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത് ശരിയല്ല. റഷീദ് അലി തങ്ങളുടെ കാലത്താണ് മുനമ്പം ഭൂമി വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ അധികാരവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകി ഉത്തരവിറക്കിയതെന്നും ടി.കെ. ഹംസ പറഞ്ഞു. പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരിക്കെയാണ് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. അതിൽ തനിക്കൊരു പങ്കുമില്ലെന്നും ടി.കെ. ഹംസ പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ടെന്നും ടി.കെ. ഹംസ പറഞ്ഞു. ഇപ്പം ഈ തർക്ക വിഷയമൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഈ ഓർഡറാക്കിയത് ആളുകളെ ഒഴിപ്പിക്കാനാണ് എന്ന നിഗമനത്തിൽ വരുന്നതിൽ രാഷ്ട്രീയമായി എന്തോ സംശയം തോന്നിയിട്ടുള്ള മുൻ ചെയർമാൻ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു കാര്യം പറയണ്ടായി. എൻ്റെ കാലത്ത് ഓർഡറാക്കിയിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കിയതും നോട്ടീസ് അയച്ചതും ഒക്കെ ടി.കെ. ഹംസയുടെ കാലത്താണ്. എൻ്റെ കാലത്താണെന്നുള്ളത് ശരി, പക്ഷേ എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഏത് ബോർഡിൻ്റെ സമ്മതമേ ഇല്ലാതെ തന്നെ നടപടിയെടുക്കാൻ ഒരാളെ അധികാരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ അധികാരപ്പെട്ട ആ ഓർഡർ ഉള്ളിടത്തോളം കാലം അയാൾക്ക് അതിൻ്റെ അധികാരമുണ്ട്. ആ ഓർഡർ മാറ്റുന്നത് വരെ അയാൾക്ക് കൈകാര്യം ചെയ്യാം. ആ അധികാരം ഉപയോഗിച്ച് അയാളാണ് നിർവഹിക്കുന്നത്. അതും 10-30 കൊല്ലക്കാലം അവരെ കൂടെ സെക്രട്ടറി ആയി നിന്ന ആൾ അദ്ദേഹം നിർവഹിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു വിഷമം. വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് മുനമ്പം വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതെന്ന ആരോപണം ശരിയല്ല. കേരളത്തിലെ മുഴുവൻ വഖഫ് സ്വത്തുക്കളെക്കുറിച്ചും പരിശോധിക്കാനാണ് കമ്മീഷനെ വെച്ചത്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനാണെന്ന് അദ്ദേഹം രേഖാമൂലം അറിയിച്ചു. തുടർന്ന് റഷീദ് അലി തങ്ങൾ ചെയർമാനായ ബോർഡ് ഇത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഭൂമി തിരിച്ചുപിടിക്കുന്നതുൾപ്പെടെ തുടർ നടപടി സ്വീകരിക്കാൻ വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ചുമതലപ്പെടുത്തി. 2009 ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായിട്ടുള്ള ബോർഡ് 2009 ജൂൺ മാസത്തിൽ ഇതിനെക്കുറിച്ച് യോഗം ചേർന്ന് അജണ്ട വെച്ച് ഗൗരവമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനപ്രകാരം ഒരു ഓർഡർ പാസ്സാക്കുകയും ചെയ്തു. ആ ഓർഡറാണിത്. ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് വഖഫ് ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്തു. ആദ്യമായി രജിസ്റ്റർ ചെയ്ത അപ്പോഴാണ് 950 വഖഫായി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കാലം വരെ 2019 വരെ ഓർഡർ ആകുന്നത് വരെ അത് വഖഫ് പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ബോർഡ് രജിസ്റ്റർ ചെയ്യിക്കാനും വഖഫിൻ്റെ സ്ഥാനം ചെയ്യാനും നിയമപരമായി ബാധ്യതയുണ്ട്. അത് രണ്ടും ചെയ്തിരുന്നില്ല. ഈ ഓർഡർ വന്നതിന് ശേഷം വഖഫ് പ്രോപ്പർട്ടിയായി ചെയ്തു എന്ന് മാത്രമല്ല, അത് വീണ്ടെടുക്കാനും അതിലെ നഷ്ടങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാനും വാങ്ങാനും എല്ലാ പരിപൂർണ അധികാരവും ബോർഡ് തീരുമാനപ്രകാരം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിർദ്ദേശിച്ചു. ബോർഡിന്റെ മുൻകൂർ അനുമതിയില്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കാൻ 2019 മെയ് 20 ചേർന്ന ബോർഡ് യോഗം അനുമതി നൽകി. 2020 ജനുവരിയിലാണ് താൻ ചെയർമാനായതെന്നും പഴയ ഉത്തരവനുസരിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവർത്തിച്ചതെന്നും ടി.കെ. ഹംസ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.